നീ എപ്പോ വന്നടാ? സാലിമും കാസിമും ജമാലിനെ നോക്കി. പുലച്ചക്ക് വന്നതാ. ഉള്ളിലെ ദേഷ്യവും സങ്കടവും മറച്ചു വെച്ചവൻ അവരെ നോക്കി പുഞ്ചിരിച്ചു. കല്യാണം കഴിയാൻ തിരിച്ചു പോവോ അല്ലേ കുറച്ചു കാലം ഇവിടെ നിൽക്കുവോ? കമറു കുടപ്പത്തിൽ 2 ഗ്ലാസ് ചായ എടുത്തേ. സാലിം ജമാലിനോട് ചോദിച്ചോണ്ടിരിക്കെ കാസിം അടുക്കളയിലേക്ക് വിളിച്ചു പറഞ്ഞു. തലേന്ന് കുടിച്ച ആ ഒരു ഹാങ് ഓവർ കാരണം ഇരുവർക്കും തല പൊട്ടിപ്പിളരുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. തീരുമാനിച്ചില്ല. കുറച്ചുകാലം ഉമ്മൻ്റെ ഉപ്പാൻ്റെയും കൂടെ നാട്ടിൽ നിൽക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ നോക്കണം. അതും പറഞ്ഞ് ജമാൽ എഴുന്നേറ്റ് തൻ്റെ ഉമ്മയും ഉപ്പയും കിടക്കുന്ന മുറിയിലേക്ക് പോയി. പിറകെ തന്നെ സാഹിറയും അജുവും പോയതും ബാക്കി എല്ലാവരും മുകളിലേക്ക് കയറിപ്പോയി. കുറച്ചു കഴിഞ്ഞതും സാലിമിൻ്റെ അലർച്ച കേൾക്കെ എല്ലാവരും താഴേക്കിറങ്ങി ചെന്നു. അടുക്കളയിലുള്ളവരും എത്തി നോക്കി. സാലിമിന് മുൻപിൽ നിൽക്കുന്ന ഹനുവിനെ കാണെ എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു. സാലിം ദേഷ്യം കൊണ്ട് വിറക്കുകയാണ്. നിന്നോട് ആരാടെ എൻ്റെ വീട്ടിലേക്ക് കയറി വരാൻ പറഞ്ഞത്? എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ കടിച്ചു തൂങ്ങി വീണ്ടും ജീവിക്കാമെന്ന് നീ വെറുതെ വ്യാമോഹിക്കേണ്ട ഹനാൻ. അല്ലേൽ ആരിവിടെ ജീവിക്കാൻ പോണ്? എൻ്റെ പെങ്ങളെ കല്യാണത്തിന് അവൾ എന്നെ വിളിച്ചു. ഇന്ന് തന്നെ വരണമെന്നും അവൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. അവളുടെ കല്യാണം കഴിയുന്നതുവരെ ഞാൻ ഇവിടെ ഉണ്ടാവും. സാലിമിൻ്റെ ദേഷ്യം വർദ്ധിപ്പിക്കാനെന്നോണം ഹനു പുച്ഛത്തോടെ അതും പറഞ്ഞ് മുകളിലേക്ക് പോയി. സാലിമും കാസിമും ഹാദിയെ നോക്കി. എന്നാൽ അവൾ അവരെ ഒന്നും നോക്കാതെ തലയും താഴ്ത്തി നിന്നു. സാലിം ദേഷ്യം സ്വയം കൺട്രോൾ ചെയ്ത് മുകളിലേക്ക് കയറിപ്പോയി. പിറകെ തന്നെ കാസിമും. ഉമ്മമാരൊക്കെ അടുക്കളയിലേക്ക് പോയതും പാച്ചു ടീമിനെയും കൂട്ടി ഗാർഡനിലേക്ക് നടന്നു. അത് കാണെ ഐറ ഷാസിനെ വലിച്ച് സ്റ്റെയറിനടുത്തേക്ക് നടന്നു. നീ ഇത് എന്ത് ചെയ്യുക? കയ്യിന്ന് വിട്ടേ, ആരെങ്കിലും കാണും. ഷാസ് പറഞ്ഞത് കേൾക്കെ കോണിക്കടിയിലേക്ക് നിന്നുകൊണ്ട് ഐറ ഷാസിനെ നോക്കി. എന്താ നിന്റെ പ്രശ്നം? ഇവിടെ എത്തിയത് മുതൽ നീ എന്നെ നോക്കുന്നുകൂടിയില്ലല്ലോ. ദേഷ്യത്തിലാണ് ഐറ ചോദിച്ചത് എങ്കിലും അവളുടെ മുഖത്ത് സങ്കടം നിയലിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അത് കാണെ ഷാസ് ഐറയുടെ അരയിലൂടെ കൈയിട്ട് ഐറയെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു. ഞാൻ നിന്നെ നോക്കുന്നില്ല എന്ന് നിന്നോടാരാ പറഞ്ഞത്? എൻ്റെ കണ്ണുകൾ എപ്പോഴും നിന്നിൽ തന്നെയാണ് പെണ്ണെ. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, ഇവിടെ നമുക്ക് ഒരുമിച്ച് നിൽക്കാനൊന്നും പറ്റില്ല. ആകെ സ്ട്രിക്റ്റാണ് ഇവിടുത്തെ ജീവിതം. പാച്ചുവിൻ്റെ പപ്പയും ആ കാസിമംഗളും പറയും പോലെ ജീവിക്കണം ഇവിടെ. അതിന് നമ്മളെന്തിനാ അവരെയൊക്കെ നോക്കുന്നേ? നീ എൻ്റെ ഭർത്താവല്ലേ? അന്തസ്സായി നിൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും കൂടി നമ്മുടെ നിക്കാഹ് നടത്തി തന്നതല്ലേ. പിന്നെ നമ്മളെ ആരെയാ പേടിക്കുന്നത്? അത് ശരിയാ, നമ്മൾ ആരെയും പേടിക്കേണ്ടതില്ല. പക്ഷേ ഇപ്പം നീയും ഞാനും ഫ്രണ്ട്സായി തന്നെ പോട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇരുവരും തമ്മിലുള്ള ബന്ധം ഫ്രണ്ട്സിനോട് പറയാം, ഓക്കെ? ഷാസ് ഐറയുടെ നെറ്റിയിലേക്ക് നെറ്റിമുട്ടിച്ചു നിന്നു. അവൾക്കെന്തോ ഒരാശ്വാസം തോന്നി. ഷാസ് അവളെ ഇന്നലെ രാത്രി മുതൽ മൈൻഡ് ചെയ്തില്ല എന്നത് അവൾ അത്രമേൽ വേദനിപ്പിച്ചിരുന്നു. അവരൊക്കെ സ്ട്രിക്റ്റ് ആണേലും എന്താണേലും ഇടയ്ക്ക് എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിക്കെങ്കിലും ചെയ്യണം ആദം. ഇല്ലേ, ഞാൻ മരിച്ചു പോണ പോലെയൊക്കെ തോന്നും. പ്രണയം ഇത്രയ്ക്ക് ഭയങ്കരയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നീ മഹർ കെട്ടിയപ്പോഴൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല നമ്മൾ ഇത്രമേൽ പ്രണയിക്കുമെന്ന്. എനിക്കറിയില്ല ആദം, ഞാൻ നിന്നെ എത്രമാത്രം പ്രണയിക്കുന്നു എന്ന് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ. നിറമീകളോട് ചുണ്ടിൽ പുഞ്ചിരി നിറച്ചു പറഞ്ഞവളെ കാണെ ഷാസിൻ്റെ കണ്ണുകൾ വിടർന്നു. അവനൊരു ചിരിയോടെ ഐറയുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തവ നുണഞ്ഞു. നിന്റെ പ്രണയം നീ പറയേണ്ട ആവശ്യമില്ല സോന. ഞാൻ നിന്റെ കണ്ണുകളിൽ നിനക്ക് എന്നോടുള്ള പ്രണയം കാണുന്നുണ്ട്. അവനിൽ അവളോടുള്ള അടങ്ങാത്ത പ്രണയം അലയടിച്ചു. ആരാ അവിടെ? ഹനുവിൻ്റെ ശബ്ദം കേൾക്കെ ഐറയും ഷാസും ഞെട്ടി. ഹനുവിൻ്റെ കാലടി ശബ്ദം അടുത്തു വരുന്നുണ്ട്. അതിനർത്ഥം അവൻ തങ്ങൾക്കടുത്തേക്ക് വരുന്നുണ്ട് എന്നാണ്. ഐറ ചുറ്റും നോക്കി. ഓടി രക്ഷപ്പെടാൻ പറ്റിയ വഴിയുണ്ടോ എന്ന്. അവിടെയുള്ള കബോർഡ് കണ്ടതും ഐറ അതിൻ്റെ ഡോറ് തുറന്ന് ഷാസിനെ നോക്കി. സംഗതി മനസ്സിലായ പോലെ ഷാസും ഐറയും ഒന്ന് കുനിഞ്ഞുകൊണ്ട് അതിനുള്ളിൽ കയറി ഒച്ചയിടാതെ കബോർഡ് അടച്ചു. ഹനുക്ക, നിങ്ങൾ എന്തെടുക്കുക അവിടെ? ഹാദി ഹനുവിനടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചത് കേൾക്കെ ഹനു അവളെ നോക്കി. ഇവിടെ ഈ സ്റ്റെയറിനടിയിൽ ആരോ ഉണ്ടായിരുന്നു. പതിഞ്ഞ സ്വരത്തിലുള്ള സംസാരം ഞാൻ കേട്ടതാ. പക്ഷേ ഇപ്പം ഇവിടെ ആരെയും കാണുന്നില്ല. ഓ, അതൊക്കെ നിങ്ങൾക്ക് തോന്നിയതാവും. നിങ്ങൾ വരി, ഉമ്മുമ്മനും ഉപ്പപ്പനെയും കാണണ്ട നിങ്ങൾക്ക്. ഹാദി ഹനുവിൻ്റെ കയ്യും പിടിച്ചവിടുന്ന് നടന്നകുന്നതും ഹനു സംശയത്തോടെ തിരിഞ്ഞു നോക്കി. കബോർഡിനുള്ളിൽ കയറിയ ഐറയും ഷാസും അതിനുള്ളിൽ ഇടുങ്ങി നിന്നു. പെട്ടെന്ന് ഐറ ഒന്ന് പിറകോട്ട് ചാഞ്ഞതും മറ്റൊരു കബോർഡ് തുറന്നു വന്നു. അത് കാണെ ഇരുവരുടെയും കണ്ണുകൾ വിടർന്നു. മുട്ടുകാലിൽ ഏഞ്ഞുകൊണ്ട് ആ ഡോറിനുള്ളിലൂടെ അകത്തേക്ക് കടന്ന ഇരുവരും പരസ്പരം ഒന്ന് നോക്കി. ഒരു വലിയ റൂമാണിത്. സ്റ്റെയറിനടിയിൽ ഇങ്ങനെയും ഒരു സെറ്റപ്പോ? ഇരുവരും കൈകൾ കോർത്തു പിടിച്ചു ആ റൂമാകെ നിരീക്ഷിച്ചു.
ഒരുപാട് കുഞ്ഞു കുഞ്ഞു ബൾബുകൾ തൂക്കിയിട്ടിട്ടുണ്ട്. ഒപ്പം കുഞ്ഞു നൂലുകളിലായി ഫോട്ടോസ് തൂക്കിയിട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാം പൊടി പിടിച്ചിരിക്കുന്നു. അതിലൊരു ഫോട്ടോ കടുത്ത് ചെന്നവൾ അതിലെ പൊടി കയ്യാൽ തുടച്ചു കളഞ്ഞ് ഫോട്ടോയിലേക്ക് നോക്കി. അത് കാണെ അവളുടെ കണ്ണുകൾ മീഞ്ഞു വന്നു. അവൾ ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി നിന്നു. ദേ, ഇത് നോക്ക് സോന. ഷാസ് വിളിച്ചത് കേൾക്കെ ഐറ തലതെറിച്ചു ഷാസിനെ നോക്കി. തൻ്റെ മമ്മയുടെ ചെറുപ്പത്തിലുള്ള ഒരു ഫോട്ടോ. ഐറ ആ ഫോട്ടോ നൂലിൽ നിന്ന് അറ്റിച്ചുകൊണ്ട് പോക്കറ്റിലേക്കിട്ടു. ആദം, എനിക്ക് ഇത്രയും നേരം ഞാൻ അന്വേഷിച്ച് നടക്കുന്ന ആൾ ഈ വീട്ടിൽ ഉണ്ടോ എന്നതിൽ സംശയമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉറപ്പായി എൻ്റെ മമ്മ പറഞ്ഞ ആൾ അജുവിൻ്റെ ഉപ്പയായ ജമാലാണ്. മൂപ്പരുടെ കയ്യിൽ ഒരു എഴുത്ത് കൊടുക്കാനുണ്ട്. ആ എഴുത്ത് നിൻ്റെ വീട്ടിലുള്ള ആ ബോക്സിലാണുള്ളത്. നമുക്ക് എത്രയും പെട്ടെന്ന് നിൻ്റെ വീട്ടിലേക്ക് പോകണം ആദം. എൻ്റെ മമ്മ ഏൽപ്പിച്ച കാര്യം എത്രയും വേഗം എനിക്ക് ചെയ്തു തീർക്കണം. ഐറ പറഞ്ഞത് കേൾക്കെ ഷാസ് ഒരു സംശയത്തോടെ അവളെ നോക്കി. അതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? നിൻ്റെ മമ്മയും പാച്ചുവിൻ്റെ വീട്ടുകാരും തമ്മിലുള്ള ബന്ധം എന്താ? എന്തിനാ നിൻ്റെ മമ്മയുടെ ചിത്രങ്ങൾ ഇങ്ങനെ ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നേ? ഷാസ് ചോദിച്ചത് കേൾക്കെ ഐറ അവൾ ആദ്യം നോക്കി ആ ചിത്രത്തിലേക്കൊന്ന് നോക്കി. ജമാലും തൻ്റെ മമ്മയും ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോയാണത്. ഐറ അതും നൂലിൽ നിന്നകറ്റി പോക്കറ്റിലേക്ക് വെച്ചു. നീ ഇതൊക്കെ വെച്ച് എന്ത് ചെയ്യാൻ പോവാ പെണ്ണേ? അതൊക്കെയുണ്ട്. ഈ ജമാൽ അങ്കിളിനോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ ചോദിക്കണം എൻ്റെ മമ്മ അവരുടെ ആരാണെന്ന്. ഐറ പുഞ്ചിരിച്ചു ആ റൂമാകെ നോക്കി. ചുമരിലായി സാലിമിൻ്റെയും കാസിമിൻ്റെയും ജമാലിൻ്റെയും എല്ലാം ചെറുപ്പത്തിലുള്ള ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. കൂടാതെ അല്ലാത്ത ചിത്രങ്ങളുമുണ്ട്. ശരിക്ക് പറഞ്ഞ ഒരു ആർട്ട് റൂമാണിത് എന്നവർക്ക് തോന്നി. ആ റൂമിൽ തന്നെ മുകളിലേക്കുള്ള ഒരു കുഞ്ഞ് സ്റ്റെയർ കണ്ടതും ഇരുവരും ആ സ്റ്റെയർ കയറി നോക്കി. അതൊരു റൂമായിരുന്നു. ഐറയുടെ മനസ്സ് രാത്രി താൻ തുറക്കാൻ ശ്രമിച്ച റൂമാണ് അതെന്ന് മന്ത്രിച്ചതും അവൾ ഒന്നുകൂടെ ചുറ്റും നോക്കി. നല്ല വൃത്തിയുള്ള റൂമാണത്. റൂമിൻ്റെ നടുക്കായി ഒരു ബെഡും ജനലിനോട് ചേർന്ന് ഒരു ടേബിളും അവിടെ ധാരാളം ബുക്കുകളും ഉണ്ടായിരുന്നു. ഐറ ഷാസിൻ്റെ കയ്യും പിടിച്ച് ടേബിളിനടുത്തേക്ക് നടന്നു. അവിടെ അടക്കിയൊതുക്കി വെച്ച പുസ്തകങ്ങൾ മറിച്ചു നോക്കി. അതെല്ലാം പഠന പുസ്തകങ്ങളാണെന്ന് അവൾക്ക് മനസ്സിലായി. കൂട്ടത്തിൽ ഒരു ഡയറി കണ്ടതും ഐറ അതെടുത്ത് മറിച്ചു നോക്കി. ആദ്യ പേജിൽ തന്നെ മരക്കാർ തറവാട് എന്ന് നല്ല വൃത്തിക്ക് വലുതാക്കി എഴുതി വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത പേജിൽ സാലിമും കാസിമും ജമാലും തൻ്റെ മമ്മയും ഇവിടുത്തെ ഉപ്പൂപ്പയും ഉമ്മൂമ്മയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. ഐറ ആ ചിത്രത്തിലൂടെ വിരലൊടിച്ചു. അവസാനം തൻ്റെ മമ്മയുടെ ചിത്രത്തിൽ കൈവച്ചവൾ അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കി. മമ്മ, ആരാ ഇവരൊക്കെ? എന്തിനാ മമ്മ ഇവരുടെയൊക്കെ ചേർന്ന് നിൽക്കുന്നത്? ഇവിടുത്തെ ജമാൽ പപ്പയെ കണ്ടു ഞാൻ ആരാണെന്ന് പറഞ്ഞു. ഇങ്ങൾ പറഞ്ഞ എഴുത്തും ഇവിടെ ഏൽപ്പിച്ച ഇങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു കഴിയില്ലേ? ആരൊക്കെയാ മമ്മ എൻ്റെ ശത്രുക്കൾ? എനിക്ക് മനസ്സിലാവുന്നില്ല. എവിടെ നിന്നൊക്കെയോ ആരൊക്കെ എന്നെ ഉപദ്രവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടുണ്ട് എന്ന് മനസ്സ് മന്ത്രിക്കുന്നു. ഈ വീട്ടുകാർ എൻ്റെ ശത്രുക്കളാണോ മമ്മ? അല്ലേ മിത്രങ്ങളോ? ഇവരൊക്കെ ശരിക്കും ആരാ? മമ്മൻ്റെ വീട്ടുകാരൊക്കെ മരിച്ചു പോയി എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അപ്പോൾ ഇതിങ്ങളുടെ കുടുംബക്കാരല്ല. പിന്നെ ആരാ മമ്മ ഇവരൊക്കെ? ഐറ തൻ്റെ മമ്മയുടെ മുഖത്തേക്ക് നോക്കി മനസ്സാൽ പലതും ചോദിച്ചു. നമ്മൾ ഈ റൂമിൽ അധിക നേരം നിൽക്കുന്നത് സേഫ് അല്ല സോന. ആരേലും നമ്മളെ കണ്ട പ്രശ്നം ഗുരുതരമാവും. ഈ വീട്ടിലെ ആരും തന്നെ ഈ റൂമിൽ കയറാറില്ല എന്നാണ് പാച്ചു പറഞ്ഞത്. ഷാസ് ഐറയുടെ കയ്യും പിടിച്ച് സ്റ്റെയർ ഇറങ്ങിയതും ഐറ കയ്യിലെ ഡയറി നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അവനോടൊപ്പം താഴേക്കിറങ്ങി കബോർഡ് വഴി പുറത്തേക്കിറങ്ങി. അവിടെ ആരേലും ഉണ്ടോ എന്ന് നോക്കി. ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി ഇരുവരും പുറത്തേക്കിറങ്ങി. ഷാസ് നേരെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കാണ് പോയത് എങ്കിൽ ഐറ നേരെ റൂമിലേക്ക് ചെന്ന് അവളുടെ ബാഗിലേക്ക് ആ ഡയറി വെച്ചവൾ താഴേക്ക് നടന്നു. ആദം, നിനക്ക് നിൻ്റെ വീട് വരെ പോവേണ്ട ആവശ്യമുണ്ടോ? ഡെവിൾസും ഗേൾസ് ടീമും പാച്ചുവിൻ്റെ കസിൻസും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഓരോന്ന് പറയുന്നതിനിടയിലേക്ക് വന്നുകൊണ്ട് ഐറ ചോദിച്ചത് കേൾക്കെ അവരെല്ലാവരും അവളെ നോക്കി. അതെന്തിനാപ്പോൾ അനക്ക് ശ്വാസവൻ്റെ വീട്ടിലേക്ക് പോയിട്ട്? പാച്ചു പഴയ പോലെ കളിച്ചിരിയുള്ള പാച്ചുവായി മാറിക്കൊണ്ട് ഐറയെ കണ്ണിടുക്കി നോക്കി. എനിക്കവിടെ വരെ പോവേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങടെ ഫ്രണ്ട് പോകുന്നുണ്ടേ, ഞാൻ കഷ്ടപ്പെട്ട് ബസ് തൂങ്ങിപ്പിടിച്ച് പോണ്ടല്ലോ എന്ന് കരുതി ചോദിച്ചതാ. ഹോ, അങ്ങനെ നീ വീട് വരെ പോകുന്നുണ്ടോടാ? പാച്ചു ഷാക്ക് നേരെ നോക്കി. പിന്നെ പോവാതെ. ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. ഇന്ന് പോയി എല്ലാം എടുത്തിട്ട് വരാമെന്നാണ് വിചാരിച്ചേന്. എന്തായാലും ഇപ്പോൾ പോയി എടുത്തിട്ട് വരാം അല്ലേ? നൈറ്റ് നമുക്ക് വൈബാക്കാം. ഷാ അതും പറഞ്ഞ് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. നേരത്തെ നൈസായിട്ട് അവർക്കിടയിൽ വന്ന് ഇരുന്നതാണ് എന്നൊന്നും അവരാരും അറിഞ്ഞിട്ടില്ല. അവരുടെയൊക്കെ കണക്കിൽ താൻ എപ്പോഴോ അവർക്കൊപ്പമുണ്ട്.
ശ്വാസ ഒന്ന് നിശ്വസിച്ച് ബൈക്കിനടുത്തേക്ക് നടന്നതും ഐറയും അവരോടെല്ലാം ബൈ പറഞ്ഞ് ഷാക്ക് പിറകെ വിട്ടു. ഷാസിക്കയും ആയിത്തയും തമ്മിൽ ലവാണോ? ഹാനി പാച്ചുവിനെ നോക്കി പുരികമുയർത്തി. പ്രേമമോ? അതിറ്റിങ്ങൾക്ക് പറഞ്ഞതൊന്നുമല്ല പ്രേമം. അവളെ പ്രണയിക്കില്ല, കല്യാണം കഴിക്കില്ല എന്ന് നീയത്ത് വെച്ചവളാ. അവനാണ് റിവഞ്ചിന് വേണ്ടി പ്രണയം നടിച്ചവനാ. എന്തായാലും അവർ രണ്ടും ഒരു കാലത്തും പ്രേമിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കെവിയാണ് ഹാനിക്ക് മറുപടി നൽകിയത്. പ്രേമത്തെക്കുറിച്ചൊക്കെ പറഞ്ഞത് കേട്ടപ്പോയാ അപ്പുവിന് ശിവയെ ഓർമ്മ വന്നത്. അവളൊന്ന് തലചെരിച്ച് ശിവയെ നോക്കി. നല്ല അന്തസ്സായി തന്നെ വായി നോക്കിയിരിക്കുവാണ് കള്ളപ്പെടുക. ഹാ, ഒരു കാലത്ത് കണ്ണുരുട്ടി നോക്കി പേടിപ്പിച്ചുകൊണ്ട് നടന്ന ആളാ എന്ന് കണ്ണിൽ പ്രണയം നിറച്ച് തന്നെ വായി നോക്കിയിരിക്കുന്നത്. നോക്കിക്കോ കുരങ്ങ, നിന്നെ ഞാൻ ഒരുപാട് വട്ടം കറക്കും. നീ എന്നെ പ്രേമിക്കുന്നുണ്ടല്ലേ? അതിനുള്ള പണി ഞാൻ തരാട്ടോ. പൊന്നുമൻ കാത്തിരിക്കേ, ചേച്ചി ഒരു ഉഗ്രം പണി സേട്ടന് വേണ്ടി ഒരുക്കി വെക്കുന്നുണ്ട്. അപ്പു ശിവയെ നോക്കി ഗൂഢമായൊന്ന് പുഞ്ചിരിച്ചു. അല്ലേ, ഞാനും വായനക്കാരും. പണി ഒരുക്കുന്നതൊക്കെ കൊള്ളാം അപ്പുമോളെ, പക്ഷേ പണി തിരിച്ച് കിട്ടാതെ നോക്കിക്കോ. ക്ലാസ്സും കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഫ്രഷായി ഒന്ന് പുറത്തൊക്കെ പോയി വന്നപ്പോഴാണ് ഡെവിൾസും ഗേൾസും ഇന്ന് കോളേജിലേക്ക് വന്നില്ലല്ലോ എന്നോർത്തത്. ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ പേരും പറഞ്ഞ് ഈ വീക്ക് മൊത്തം ലീവാക്കാനായിരിക്കും അതിറ്റിങ്ങളെ പ്ലാന്. ഒന്ന് നിശ്വസിച്ച് അർഷി റിനുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. എവിടെ? പെണ്ണ് ഫോൺ എടുക്കുന്ന കൂടിയില്ല. പിന്നെ എല്ലാത്തിനെയും കണ്ട് നാളെ മുതൽ കോളേജിലേക്ക് വരണമെന്ന് പറയാമെന്നും റിനുവിനെ ഒന്ന് കാണാമെന്നും കരുതി അർഷി നേരെ പാച്ചുവിൻ്റെ വീട്ടിലേക്ക് വിട്ടു. ചെന്നപ്പോൾ അർഷി കണ്ടത് ഗാർഡനിലിരുന്ന് അവരെല്ലാവരും ഓരോന്ന് പറഞ്ഞു കളിച്ചു ചിരിച്ചിരിക്കുന്നതാണ്. ഡെവിൾസും ഗേൾസും ആ വീട്ടിലെ പാരൻസും എല്ലാം കൂടെ വട്ടത്തിലിരുന്ന് ഓരോന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പുറത്ത് വയസ്സായ ഉപ്പൂപ്പയും ഉമ്മൂമ്മയും വീൽചെയറിലിരുന്ന് തൻ്റെ മക്കളുടെ കളിച്ചിരിയിൽ സന്തോഷിക്കുകയാണ്. അർഷിയുടെ കണ്ണുകൾ റിനുവിനെ തിരഞ്ഞു. എങ്ങും അവളെ കാണാത്തോണ്ട് അവൻ്റെ നെറ്റിത്തടം ചുളിഞ്ഞു വന്നു. ഈ പെണ്ണിതെവിടെ പോയി എന്ന ചിന്ത അവനിൽ പിടിമുറുകി. പെട്ടെന്ന് അർഷിക്ക എന്നും വിളിച്ചോണ്ട് എവിടെ നിന്നോ ഓടി വന്നു റിനു തന്നെ കെട്ടിപ്പിടിച്ചതും അർഷിയുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. അവളുടെ ശബ്ദം കേട്ടതുകൊണ്ട് തന്നെ എല്ലാവരുടെയും നോട്ടം അവർക്ക് നേരെ നീണ്ടു. എന്ത് പറ്റിയടാ? അവൾ കരയുകയാണ് എന്ന് തോന്നിയ അർഷി റിനുവിൻ്റെ മുഖം തനിക്ക് നേരെ ഉയർത്തി അവളുടെ കണ്ണിലേക്ക് നോക്കി. നിറഞ്ഞു തുളുമ്പിയ അവളുടെ കണ്ണുകൾ അവൻ ഇഷ്ടപ്പെടാത്ത പോലെ. അർഷിക്ക, നമുക്കിവിടുന്ന് പോവാം. എനിക്കിവിടെ ഇഷ്ടമായില്ല. കണ്ണ് നിറച്ചോണ്ട് പറഞ്ഞവളെ കാണാൻ അർഷി നെറ്റി ചുളിച്ചവളെ നോക്കി. അതെന്താ ഇഷ്ടപ്പെടാത്തേ? പാച്ചുവിൻ്റെ അനിയത്തിയുടെ കല്യാണം കൂടണ്ടേ നിനക്ക്? വേണ്ട, ഇവിടെ ഒരു രസമില്ല. പാച്ചുക്കാൻ ഒരു ഉപ്പ് തല്ലുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കണില്ല. പാവാണ് പാച്ചുക്ക. നമ്മളെ മുമ്പിൽ എപ്പോഴും ചിരിച്ചു കളിച്ച് നിൽക്കുക എന്നേ ഉള്ളൂ. ഇവിടെ പാച്ചുക്കാനെ തല്ലി ചതക്കുകയാണ്. എൻ്റെ ഐറനെ അവരടിച്ചു. കണ്ണ് നിറച്ച് പറഞ്ഞവളെ കാണെ ഇപ്രാവശ്യം ഷാസിൻ്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. തൻ്റെ പെണ്ണിനെ ഈ വീട്ടിലുള്ളവർ തല്ലിയെന്നോ? ആർക്കാണ് അതിനു മാത്രം ധൈര്യമുള്ളത്? ഷാസ് ഐറയ്ക്ക് വേണ്ടി ചുറ്റും നോക്കി. അപ്പോഴാണ് അങ്ങോട്ട് വരുന്നവളെ ഷാസ് ശ്രദ്ധിച്ചത്. അവൾ ഇതുവരെ എവിടെയായിരുന്നു? ഇനിയിപ്പോൾ റിനു പറഞ്ഞ പോലെ സാലിമെങ്കിൽ എങ്ങാനും അവളെ ഉപദ്രവിക്കുകയായിരുന്നു. ഷാസിൻ്റെ നോട്ടം ഐറയുടെ മുഖത്തേക്ക് നീണ്ടതും അവളുടെ വലത്തെ കവിളിൽ 5 വിരലടയാളം വൃത്തിക്ക് കണ്ടതും ഷാസിൻ്റെ ഞാടിഞ്ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. തൻ്റെ സോനയെ തല്ലിയവനോട് അവനിൽ തീർത്താൽ തീരാത്ത ദേഷ്യം തോന്നി. ഓടിച്ചെന്ന് ഐറയെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കണമെന്ന് തോന്നിയെങ്കിലും ഷാസ് സ്വയം കൺട്രോൾ ചെയ്തവിടെയിരുന്നു.